CPM ഒരിക്കലും ഒരു മതേതര പാർട്ടിയായിരുന്നില്ല. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് അത് പാളിയില്ലേ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കുഞ്ഞാലിക്ക് ശേഷം എന്തുകൊണ്ട് അവിടെ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ച് ആരും ജയിക്കാതെ പോയത്? ഈ കുഞ്ഞാലി വധത്തിൻ്റെ അവകാശം പറയാൻ എന്ത് അർഹതയുണ്ട് CPM-ന്? എം സ്വരാജ് എല്ലാ കാലത്തും ഒരു കപട മതേതരവാദിയായിരുന്നു, കപട ഇടതുപക്ഷമായിരുന്നു. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറയണം എം സ്വരാജ് ആ മുന്നണിക്കകത്ത് നിന്ന്. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ ആദിവാസികളുടെ സമരത്തെ അഡ്രസ്സ് ചെയ്യണം. നിലമ്പൂർ വീണ്ടും UDF-ന്റെ കോട്ടയാവും, സംശയമില്ല. 9 വർഷങ്ങൾക്ക് ശേഷം അത് UDF-ന്റെ കോട്ടയാവാൻ പോവുകയാണ്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും വിജയത്തിൽ കുറഞ്ഞൊന്നും അവരവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് CPM ക്യാമ്പ് വിലയിരുത്തുന്നത്. അല്ല, മത്സരിക്കുന്ന എല്ലാ മുന്നണികൾക്കും ആ പാർട്ടികൾക്കും വിജയം പ്രതീക്ഷിക്കാനുള്ളത് അവരുടെ ഒരു മിനിമം അവകാശമാണ്. അതവർ പ്രതീക്ഷിച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ കൃത്യം പറയുന്നത്, മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ UDF-ലും കോൺഗ്രസിലും ഒരു അഭിപ്രായ വ്യത്യാസവും മുന്നണിക്കും പാർട്ടിക്കും അകത്തില്ല. അവസാനമായി രക്തസാക്ഷികൾ ചോദ്യം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ രക്തസാക്ഷികൾ നാണം കിടേണ്ടി വന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികളല്ല, സഖാവ് സക്കീറാണ്. അല്ല, ഞാനത് കൃത്യമായിട്ട് ബോധ്യത്തോടെ തന്നെ പറയണം. അവസാനമായി ആക്ഷേപിക്കപ്പെട്ട രക്തസാക്ഷികൾ കൂത്തുപറമ്പിലാണ്. കാരണം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് കാരണമായിട്ടുള്ള നിലപാട് CPM തിരുത്തിയത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതെ, പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ പുറത്താക്കുന്ന ചിറ്റം നയമാണ് കോൺഗ്രസിൻ്റെ ഇന്നിൻ്റെ ശാപം എന്നാണ്. അങ്ങനെ ഒരു നയം കോൺഗ്രസിനോടുണ്ട്. അത് സരിന് ഈ പാർട്ടിയെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അനന്ത സാധ്യത നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കാറ്റിനൊപ്പം പാറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ, ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോണാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ കലങ്ങി മറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, KPCC അധ്യക്ഷൻ വന്നതുമായി ബന്ധപ്പെട്ട് കുറേ തർക്കങ്ങളും ചർച്ചകളുമൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലുണ്ടായില്ലെങ്കിലും പുറത്തുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേരിടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ PV അൻവറിൻ്റെ സഹായം വേണ്ട എന്നെടുത്തൊരു നിലപാടിന് കൈയടിക്കുന്നുണ്ട് പൊതുസമൂഹം. നിലമ്പൂരിൽ കോൺഗ്രസ് കാണുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ആര്യാടൻ ഷൗക്കത്ത് 9 വർഷങ്ങൾക്ക് ശേഷം UDF-ന്റെ MLA ആയിട്ട് കേരള നിയമസഭയിൽ കയറി വരും. ഒരു തർക്കവും ഞങ്ങൾക്കില്ല. നിലമ്പൂർ വീണ്ടും UDF-ന്റെ കോട്ടയാവും, സംശയമില്ല. 9 വർഷങ്ങൾക്ക് ശേഷം അത് UDF-ന്റെ കോട്ടയാവാൻ പോവുകയാണ്. പിന്നെ ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് ഭരണപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ഉള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ ഭരണപക്ഷം തയ്യാറായിട്ടുമില്ല. ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ, അവരുടെ ജീവിതത്തിൽ അവരെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാണ് ഞങ്ങൾ സമരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ഓരോ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും കൃത്യമായിട്ട് ഈ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. പൊതുവിൽ ചാനലുകളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മറ്റ് മണ്ഡലങ്ങളിലുള്ള ആളുകൾ ഈ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന പലതരത്തിലുള്ള വിഷയങ്ങളായിരിക്കും. പക്ഷേ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് UDF-ന്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. UDF തീരുമാനിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ സ്ട്രാറ്റജി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൃക്കാക്കരയായാലും പുതുപ്പള്ളി ആയാലും പാലക്കാടായാലും വയനാട് ബൈ ഇലക്ഷൻ ആയാലും, നമ്മൾ ചേലക്കര എടുത്താൽ പോലും ചേലക്കരയിൽ UDF-ന്റെ പരാജയം എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന് തുല്യമായിട്ടുള്ള ഒരു പരാജയമാണ്. അർത്ഥപരാജയം എന്ന് വിളിക്കാം. അത്ര പരാജയമൊന്നല്ല, അർദ്ധപരാജയം എന്നല്ല, അല്പപരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര നല്ലൊരു മാർജിനാണ് നമുക്ക് എത്തിക്കാൻ പറ്റിയത്. അതും മുനമ്പം വിഷയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ BJP-യുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നോട്ടീസ് അവിടെ ഇറങ്ങിയിരുന്നു മുനമ്പം വിഷയവുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ ഒരു 12,000 വോട്ട് LDF-ലേക്ക് അധികം കിട്ടി. ഒരു 3,000 വോട്ടിൻ്റെ അടുത്ത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചു. അങ്ങനെ ആ പോയ 15,000 വോട്ടും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വോട്ടാണ്. അതായത് സർക്കാർ വിരുദ്ധ വോട്ടാണ്. ആ സർക്കാർ വിരുദ്ധ വോട്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് UDF-ലേക്ക് വന്നാൽ UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ആ ഒരു നോട്ടീസിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ അല്ലെങ്കിൽ ചേലക്കരയും മറ്റൊരു റിസൾട്ട് ആകുമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ ഒരു മാറ്റവും ഇല്ല. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി, UDF എന്ന് പറഞ്ഞ മുന്നണി മുൻപെങ്ങും ഇല്ലാത്ത വിധം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് UDF-ലും അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസിന് പുറത്ത് നിൽക്കുന്ന UDF-ന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന അഭിപ്രായ വ്യത്യാസത്തെ ഒരു പരിധിക്കപ്പുറം മുകളിലേക്കെടുത്ത് നമുക്കൊരു ഇലക്ഷൻ ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല.
നമ്മളൊരു ഘട്ടം കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ നമ്മുടെ മത്സരമായിട്ട് മുന്നോട്ട് പോയി. ഇടയ്ക്ക് വഴിയിൽ നിന്ന് പലരും പലതും പറയും. പക്ഷെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ തിരിച്ചറിയുന്നു. പക്ഷെ നോക്കൂ, CPM ഇതുവരെ ബൈ ഇലക്ഷനുകളിൽ എടുക്കാത്ത ഒരു നിലപാട് നിലമ്പൂരിൽ എടുത്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം തൃക്കാക്കരയിൽ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. പുതുപ്പള്ളിയിൽ നമുക്കറിയാം അവിടെ ജയിക്ക് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി സ്ഥിരമായി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം പാർട്ടി ചിഹ്നത്തിൽ ജയിക്കിനെ അവിടെ മത്സരിപ്പിക്കേണ്ടി വരുന്നു. പാലക്കാട് മുന്നണി മാറുന്ന അല്ലെങ്കിൽ പാർട്ടി മാറുന്ന സരിന് വേണ്ടി മാറ്റിയിടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ CPM രാഷ്ട്രീയത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ DYFIക്കാർക്കും SFIക്കാർക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ M സ്വരാജിനെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ അവരോട് മത്സരിപ്പിക്കുകയാണ്. അവിടെ അവർ തന്നെ പറയുന്ന അവരുടെ വാക്കുകൾ കടമെടുത്താൽ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും വിജയത്തിൽ കുറഞ്ഞൊന്നും അവരവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് CPM ക്യാമ്പ് വിലയിരുത്തുന്നത്. അല്ല, മത്സരിക്കുന്ന എല്ലാ മുന്നണികൾക്കും ആ പാർട്ടികൾക്കും വിജയം പ്രതീക്ഷിക്കാനുള്ളത് അവരുടെ ഒരു മിനിമം അവകാശമാണ്. അതവർ പ്രതീക്ഷിച്ചോട്ടെ. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. M സ്വരാജിന് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നിലമ്പൂർ പ്രവർത്തന ചുമതല കൊടുക്കുകയും മേഘോപകരണ ചുമതലയൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവർ UDFിൽ നിന്ന് ആരെങ്കിലും സ്ഥാനാർത്ഥിയായി കിട്ടുമോ, ഇവിടെ നിന്ന് ആരെങ്കിലും വഴക്കൂടി കിട്ടുമോ എന്നൊക്കെ തപ്പി നടന്നു. UDFിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വേണ്ടി കാത്തിരുന്നു. എന്നിട്ടും 4-5 ദിവസത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റിയത്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും BJPയുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്വന്തം സ്ഥാനാർത്ഥിയല്ല. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് ശേഷം പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതാണ് BJPയുടെ ഒരു ദുര്യോഗം. CPMനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രരെ കിട്ടിയില്ല, അല്ലെങ്കിൽ UDFിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കൃത്യം പറയുന്നത്, മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ UDFിലും കോൺഗ്രസിലും ഒരു അഭിപ്രായ വ്യത്യാസവും മുന്നണിക്കും പാർട്ടിക്കും അകത്തില്ല. പുറത്ത് പലരും പലതും പറഞ്ഞോട്ടെ, കാരണം ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഒരു പ്രാദേശിക നേതാവിനെ പോലും CPMന് സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടാതെ വന്നപ്പോൾ അവരവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. M സ്വരാജ് നിലമ്പൂരുകാർക്ക് അപരിചിതനാണ്. ഒരു നാട്ടിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം നിലമ്പൂരിന് പുറത്താണ്. ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളാണ്. ഏരിയ കമ്മിറ്റിയിലും പരാജയപ്പെട്ടു. അതിപ്പോൾ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ടത് അവരുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ പ്രദേശത്തുള്ള പാർട്ടിക്കാർക്ക് പോലും അത്ര അഭികാമ്യനല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് M സ്വരാജിനെ പോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞു CPMലെ യുവാക്കൾക്ക് BJPയിലെയും DYFIയിലെ SFIയിലെ ചെറുപ്പക്കാർക്ക് ആവേശം നൽകുന്നു. അദ്ദേഹം സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ആവേശം നൽകുന്നുണ്ടാവും. പക്ഷേ ആ പാർട്ടിക്കകത്ത് എത്രത്തോളം ആവേശം നൽകുന്ന ആളാണെന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ ഒരു പിന്തുണ സംശയത്തിന് ഇട നൽകുന്നതാണ്. ഇപ്പോൾ 99 സീറ്റിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ജയിച്ചു. ആ സമയത്തും അദ്ദേഹം തൃപ്പൂണിത്തറയിൽ തോറ്റു. ആ സമയത്തും തൃപ്പൂണിത്തറയിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ 99 സീറ്റിൽ LDF ജയിക്കുമ്പോൾ പോലും തൃപ്പൂണിത്തറയിൽ സിറ്റിംഗ് MLA ആയി നിന്ന് മത്സരിച്ച് തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂർ, അദ്ദേഹം ജനിച്ചു വളർന്നു എന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ സ്വന്തക്കാർക്കും പരിചയക്കാർക്കും ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണ്. വേറെ ആരെയും മറ്റൊരു പാർട്ടിയിൽ നിന്നും കിട്ടാഞ്ഞിട്ട് സ്വരാജിനെ എടുത്തതാണ്. നോക്കൂ, PV അൻവർ കാഹളം മുഴക്കി ഇറങ്ങിപ്പോകുന്ന ഒരു മണ്ഡലം പിണറായി വിജയൻ എത്രത്തോളം അധിക്ഷേപിക്കുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പക്ഷേ അത് തിരിച്ചു പിടിച്ച് ഹീറോയിസം കാണിക്കാൻ ഈ അവസാന നിമിഷം പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി, പ്രബലമായ ഭരണകക്ഷി, എല്ലാ അടവുകളോടെ പയറ്റില്ലേ? അവരങ്ങനെ വെറുതെ ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാത്ത ഒരു നേതാവ്, താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറാവുമോ? അവരെന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവില്ലേ ഇവിടെ? അല്ല, അവർ പലതും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ തൃക്കാക്കരയിൽ അവർ വീട് കയറി പ്രചരണം നടത്തിയത് മന്ത്രിമാരാണ്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ക്രിസ്ത്യൻ മന്ത്രിമാർ, ഹിന്ദുക്കളുടെ വീട്ടിൽ ഹിന്ദു മന്ത്രിമാർ, മുസ്ലിങ്ങളുടെ വീട്ടിൽ മുസ്ലിം മന്ത്രിമാർ. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്ന BJPയേക്കാൾ നന്നായിട്ട് വർഗീയത പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. CPM ഒരിക്കലും ഒരു മതേതര പാർട്ടിയായിരുന്നില്ല. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് അത് പാളിയില്ലേ? അത് കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി വന്നപ്പോൾ മന്ത്രിമാരെ എന്തുകൊണ്ടാണ് വീട് കയറ്റാൻ വിടാഞ്ഞത്? ഈ പിണറായി വിജയൻ്റെ 2ാം മന്ത്രിസഭയിലുള്ള ഒരൊറ്റ മന്ത്രിയും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് ഒരു തൃക്കാക്കര പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ നിലമ്പൂർ അവർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കുഞ്ഞാലിക്ക് ശേഷം എന്തുകൊണ്ട് അവിടെ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ച് ആരും ജയിക്കാതെ പോയത്? അവിടെ P ശ്രീരാമകൃഷ്ണൻ
കുഞ്ഞാലി മരണപ്പെട്ടതിന് ശേഷം കുഞ്ഞാലി വധക്കേസിൽ പ്രതി എന്ന് എല്ലാ കാലത്തും CPM പറഞ്ഞുകൊണ്ടിരുന്ന ആര്യാടൻ മുഹമ്മദിനെ അവർ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചില്ലേ? അപ്പോൾ അവർക്ക് കുഞ്ഞാലിയുടെ പേര് പറയാൻ അവകാശമില്ല, അർഹതയില്ല. കാരണം അവർക്ക് തരാതരം പോലെ ഈ രക്തസാക്ഷികളുടെ പേരെടുത്ത് ഉപയോഗിക്കാമെന്നല്ലാതെ ആത്മാർത്ഥമായ ഒരു സമീപനം രക്തസാക്ഷികളോടില്ല. അതിപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അവർ എന്തിനു വേണ്ടി ജീവൻ ബലികഴിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നിനും വേണ്ടിയല്ല. അവരവരുടെ ജീവനും വെറുതെ കളഞ്ഞു. CPM അവരെ വെറുതെ തെരുവിൽ വിറ്റ് കളഞ്ഞു. ഇപ്പോൾ CPMൻ്റെ അന്നത്തെ പ്രഖ്യാപിത നിലപാടിൽ നിന്നൊക്കെ ഒരുപാട് പുറകോട്ട് പോയി. ഇപ്പം നിലമ്പൂരായാലും വൻ പരാജയം. M സ്വരാജിനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വൻ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ പാർട്ടിയിൽ അദ്ദേഹം ഒന്നുമല്ല എന്നുള്ളതിനും തുല്യമായിട്ട് നാട്ടിലും അദ്ദേഹം ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെടാൻ പോവുക. സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിൽ M സ്വരാജിൻ്റെ പ്രസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നിലമ്പൂർ ഇപ്പോൾ ഒരു ബൈ ഇലക്ഷന് കാരണം എന്താ? കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മോശപ്പെട്ട വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, അന്നൊക്കെ പ്രതിപക്ഷത്തിനെതിരെ അപ്പുറത്ത് ചേരിയിൽ നിന്ന് പടനായകനായിട്ട് പോരാടിയ അൻവർ ഒരു സുപ്രഭാതത്തിൽ അവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിലെ തർക്കത്തിൽ പുറത്തു വന്നപ്പോഴാണ് ഈ മത്സരം വരുന്നത്. അവിടെ പോലും M സ്വരാജ് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പിൽ RSSൻ്റെ സ്ലീപ്പർ സെല്ലുണ്ടെന്ന് ആനി രാജയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രഹസ്യവും പരസ്യവുമായി RSS യോഗങ്ങൾ നടക്കുന്നു. M സ്വരാജ് മിണ്ടിയിട്ടുണ്ടോ? കേരളത്തിലെമ്പാടും CAA-ക്കെതിരെ സമരം ചെയ്തപ്പോൾ, യൂണിഫോം സിവിൽ കോഡിനെതിരെ സമരം ചെയ്തപ്പോൾ, പാലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരഭേദത്തിനെതിരെ സമരം ചെയ്തപ്പോൾ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ കേരളത്തിലെ പോലീസ് സമരക്കാർക്കെതിരെ എടുത്തത് കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. അങ്ങനെ നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, നമ്മൾ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, നമ്മൾ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസിന് കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒന്നും M സ്വരാജ് മിണ്ടിയിട്ടില്ല. M സ്വരാജ് എല്ലാ കാലത്തും ഒരു കപട മതേതരവാദിയായിരുന്നു, കപട ഇടതുപക്ഷമായിരുന്നു. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറയണം M സ്വരാജ് ആ മുന്നണിക്കകത്ത് നിന്ന്. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ ആദിവാസികളുടെ സമരത്തെ അഡ്രസ്സ് ചെയ്യണം. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ ആശാ വർക്കർമാരുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ 21 മാസത്തിലധികമായിട്ടുള്ള ക്ഷേമനിധികൾ കൊടുക്കാൻ പറയണം. സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ നിരന്തരം ബാധിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തും ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ ഒരിക്കൽ പോലും സംസാരിക്കാത്ത M സ്വരാജ് എന്തിന് നരേന്ദ്രമോദിക്കെതിരെ നിരന്തര സമരം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെമ്പാടും രാഹുൽ ഗാന്ധി തെരുവിലൂടെ നടത്തിയ ഒരു യാത്രയുണ്ട്, ഭാരത് ജോഡോ യാത്ര. ആ യാത്രയെ പോലും അധിക്ഷേപിച്ച M സ്വരാജ് സാധാരണക്കാരുടെ പക്ഷമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം വരേണ്യവർഗമായിട്ടുള്ള CPM-ലെ തന്നെ വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം. അദ്ദേഹം തൃപ്പൂണിത്തറ MLA ആയിരുന്നു. ഇപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ആ മണ്ഡലത്തിലെ ഒരു സഖാവിനും അറിയില്ലായിരുന്നു അദ്ദേഹം താമസിച്ച ഇടം. അതുകൊണ്ടല്ലേ അദ്ദേഹം പരാജയപ്പെട്ടു പോയത്. സിറ്റിംഗ് MLA ഇത്ര വലിയ കൊട്ടിഘോഷിച്ച് CPM-ൻ്റെ ചെറുപ്പക്കാരുടെ ആവേശം എന്ന് പറഞ്ഞ MLA തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മത്സരിക്കും കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും CPM-നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരിക്കലും സാധാരണക്കാരുടെ പ്രതിനിധിയായിരുന്നില്ല. അദ്ദേഹം ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാണ്. CPM-ൽ തന്നെ പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തിയാണ്. എല്ലാ കാലത്തും ശക്തമായ ചേരിയോടൊപ്പമാണ് അതിൽ നിന്ന് പരാജയപ്പെടുന്ന പോരാടുന്ന പക്ഷത്തോടൊപ്പമായിരുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെതിരെയും തുടക്കത്തിൽ ചില മുറുമുറുപ്പുകൾ കേട്ടിരുന്നു. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ്, പ്രകാശേട്ടൻ്റെ പരാജയം, പ്രകാശേട്ടൻ്റെ മരണം, അന്ന് പ്രകാശേട്ടനെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ചരട് വലിച്ചിരുന്നു എന്നൊരു ആരോപണം കുടുംബത്തിനുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി നേരിട്ട് കുടുംബത്തോട് സംസാരിച്ചു എന്നൊരു രാഷ്ട്രീയ കേരളത്തിലൊരു ചർച്ചയുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എത്രത്തോളം ആരോപണങ്ങൾ വരും. ഇപ്പോൾ അൻവർ തന്നെ എത്ര ആരോപണങ്ങൾ പറഞ്ഞു. ഈ സംസ്ഥാന CPM-ൻ്റെ സെക്രട്ടറി MV ഗോവിന്ദനെ നിയമിച്ചത് അൻവറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കുറേ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ചോദിച്ചുകൊണ്ട് മുന്നണിയിൽ വരുന്നു, പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ പല ചർച്ചകളും വരും. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചർച്ചകളും അത്തരത്തിലുള്ളതാണ്. ഇത് പുറത്ത് പലരും ക്രിയേറ്റ് ചെയ്യുന്ന വാർത്തകളാണ്. അതിനപ്പുറത്ത് അതിലൊരു വാസ്തവമില്ല. അതിലൊരു വാസ്തവമില്ലാത്തതിൻ്റെ തെളിവാണ് VV പ്രകാശിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പോയ CPM നേതാക്കന്മാർ പരാജിതരായി തിരിച്ചു വരേണ്ടി വന്നത്. VV പ്രകാശിൻ്റെ ഭാര്യ കൃത്യമായൊരു നിലപാട് പറഞ്ഞു. പ്രകാശേട്ടൻ മരിക്കുമ്പോൾ പുതപ്പിച്ചത് ത്രിവർണ്ണ പതാകയാണ്. ആ പതാകയ്ക്ക് കീഴിൽ തന്നെയാണ് VV പ്രകാശിൻ്റെ ഭാര്യയും മക്കളും നിൽക്കുന്നത്. അതിനർത്ഥം പാർട്ടി VV പ്രകാശിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഷൗക്കത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല. UDF, കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ പാർട്ടിയും UDF എന്ന് പറഞ്ഞ മുന്നണിയുമാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ വ്യക്തിക്ക് പ്രാധാന്യം വളരെ കുറവാണ്. ഏത് തെരഞ്ഞെടുപ്പായാലും ഇപ്പോൾ അപ്പുറത്ത് സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കുമ്പോൾ
അയാളെ നിയന്ത്രിക്കാൻ ഒരു മുന്നണി ഇല്ലാതെ വരികയല്ലേ. അപ്പുറത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയന് താഴെ പാർട്ടിയില്ല, മുകളിലും പാർട്ടിയില്ല, പിണറായിയാണ് പാർട്ടി. ഇവിടെ ഷൗക്കത്തല്ല പാർട്ടി. ഷൗക്കത്ത് പാർട്ടിയുടെ ഒരു നോമിനി മാത്രമാണ്. എങ്കിലും അന്ന് നടന്ന സംഭവവികാസങ്ങൾ മറക്കുമോ അത്ര പെട്ടെന്ന് കുടുംബം? അല്ല, അന്ന് നടന്ന സംഭവവികാസം എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നതാണല്ലോ. കുടുംബം ഒരിക്കലും അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി പ്രകാശിന്റെ ഭാര്യയെപ്പോലുള്ള ആളുകൾക്ക് ഈ മരണത്തിന് ശേഷം അത് പൊറുക്കാൻ പറ്റില്ലല്ലോ. അങ്ങ് നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ ഞാനൊരു തിരുത്ത് പറയാം. അവസാനമായി രക്തസാക്ഷികൾ ചോദ്യം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ രക്തസാക്ഷികൾ നാണം കിടേണ്ടി വന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികളല്ല, സഖാവ് സക്കീറാണ്. PDP കൊലപാതകികളാൽ കൊല്ലപ്പെട്ട സഖാവ് സക്കീറാണ്. PDP പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടിയാണ് എന്നാണ്, പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണെന്നാണ് MV ഗോവിന്ദൻ്റെ പക്ഷം. ഈ PDP ഇപ്പോഴും ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൊടുത്ത് അവിടെയുണ്ട്. രണ്ട് കൈകളും നീട്ടി ഇടതുപക്ഷം അവരെ സ്വീകരിക്കുന്നത്. ആ വിഷയത്തിൽ എന്താണ് UDFിൻ്റെ നിലപാട്? അല്ല, ഞാനത് കൃത്യമായിട്ട് ബോധ്യത്തോടെ തന്നെ പറഞ്ഞു. അവസാനമായി ആക്ഷേപിക്കപ്പെട്ട രക്തസാക്ഷികൾ കൂത്തുപറമ്പിലാണ്. കാരണം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് കാരണമായിട്ടുള്ള നിലപാട് CPM തിരുത്തിയത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. വിദേശ സർവകലാശാലകൾ ആ വിഷയത്തിൽ അതിൻ്റെ നിലപാട് തിരുത്തിയത്. PDPയുടെ വിഷയത്തിൽ സഖാവ് സക്കീറിനെ ഒരുപാട് കാലം മുമ്പേ പിണറായി വിജയൻ്റെ പാർട്ടി ഒറ്റുകൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാലം മുമ്പ് സക്കീറിനെ കൊന്നത് PDPക്കാരാണ്. ഇതേ PDPയുടെ അബ്ദുൽ നാസർ മദനിയെ വേദിയിൽ കയറ്റിയിരുത്തി. അതായത് അച്യുതാനന്ദൻ വരുമ്പോൾ പോലും വേദിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ധാർഷ്ട്യത്തിന് ഉടമയായിട്ടുള്ള പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് ആനയിച്ചിട്ടുണ്ട്. സക്കീറിനെ അവർ ഓർത്തില്ലല്ലോ. ഈ M സ്വരാജ് ഓർത്തില്ലല്ലോ സക്കീറിനെ. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ സക്കീറിനെ തള്ളിപ്പറഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ തള്ളിപ്പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആദർശത്തിന് വേണ്ടി മരണപ്പെടുന്ന രക്തസാക്ഷികളൊക്കെ ജീവിതവും ജീവനും വെറുതെ ബലി കഴിക്കുന്നതാണ്. യാതൊരു അർത്ഥവും സഖാക്കന്മാർ കൊടുക്കുന്നില്ല. ഇപ്പോൾ മഹാരാജ് കോളേജിൽ അഭിമന്യുവിൻ്റെ മരണമായ പോലും അഭിമന്യുവിൻ്റെ കേസിലെ പ്രതികൾക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്, എത്രത്തോളം തിടുക്കത്തിലുള്ള നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്ത് ആത്മാർത്ഥമായ നടപടി അല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പക്ഷേ അഭിമന്യുവിൻ്റെ കുടുംബത്തെ അവർ ചേർത്ത് പിടിച്ചു, പിരിവെടുത്ത് വീട് വെച്ച് കൊടുത്തു, സഹോദരന് ജോലി കൊടുത്തു. അല്ല, അത് എളുപ്പത്തിൽ പറ്റുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് സങ്കടമാവും. പക്ഷേ 4 കോടിയും 5 കോടിയൊക്കെ പിരിച്ചിട്ട് 20 ലക്ഷത്തിനൊരു വീട് വെച്ച് കൊടുത്തിട്ട് ബാക്കി പാർട്ടി സ്വത്തിലേക്ക് ആർജിക്കുന്നതിന് ആർക്കും പറ്റുന്നതാണ്. മനുഷ്യത്വം ഇല്ലാത്തവർക്കാണ് അത് പറ്റുക കൂടുതൽ. അതുകൊണ്ട് CPM അത് ചെയ്യുന്നു. മറ്റു പാർട്ടികളും ഈ പറഞ്ഞ പോലെ മരണപ്പെടുന്ന സഹപ്രവർത്തകർക്ക് അവരുടെ കുടുംബത്തിനൊക്കെ ആശ്രയമൊക്കെ നൽകുന്നുണ്ട്, വീട് വെച്ച് നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറേ വിഹിതമെടുത്ത് അതിലെ വലിയൊരു പോർഷനും എടുത്ത് പാർട്ടി സ്വത്തിലേക്ക് ആർജിക്കുന്നത് വേറൊരു പാർട്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ BJPയിൽ പോലും കണ്ടിട്ടില്ല. BJP ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഒത്തിരി എതിർക്കുന്നുണ്ടെങ്കിലും BJPയിൽ പോലും കാണാത്ത ഒരു നികൃഷ്ടമായ ഒരു ശീലമാണ് CPMലുള്ളത്. അഭിമന്യുവിൻ്റെ പേരിൽ എത്ര കോടി രൂപ പിടിച്ചത്, എത്ര കോടി രൂപ പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്തു. അപ്പോൾ ബാക്കി മുഴുവൻ ഇവരുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇവരുടെ പാർട്ടി സ്വത്തിലേക്ക് ആർജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ സരിനുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ സരിൻ പറഞ്ഞ ഒരു പോയിൻ്റാണ്, അതായത് ഇന്നിൻ്റെ കോൺഗ്രസിൻ്റെ പ്രശ്നം കോൺഗ്രസ് ഇടതുവിരുദ്ധത മാത്രമാണ് പേറുന്നത്, എന്നാൽ സംഘപരിവാർ വിരുദ്ധത അവർ പേറുന്നില്ല. അപ്പോൾ അതാണ് കേരളത്തിലെ കോൺഗ്രസിനെ പറ്റിയാണ് സരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ പുറത്താക്കുന്ന ചിറ്റമ്മ നയമാണ് കോൺഗ്രസിൻ്റെ ഇന്നിൻ്റെ ശാപം എന്നാണ്. അങ്ങനെ ഒരു നയം കോൺഗ്രസിനുള്ളിലുണ്ട്. അത് സരിന് ഈ പാർട്ടിയെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. സരിൻ എല്ലാ സൗകര്യങ്ങളും പറ്റിയൊക്കെ സുഖമായിട്ടൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഇടവേളകളിൽ ഈ മഴ പെയ്യുമ്പോൾ കുടയെ ചൂടാൻ വരികയും വെയിൽ കൊള്ളുമ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെയിൽ തണൽ പറ്റാൻ വരികയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ കയറി നിന്നത് കൊണ്ട് തോന്നുക. സരിനേക്കാൾ കൂടുതൽ കാലം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസിലും KSUവിലും കോൺഗ്രസിലും പ്രവർത്തിച്ച ഒരു അനുഭവം വെച്ച് പറയുക സരിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇന്നത്തെ കോൺഗ്രസ് കുറേ കൂടി ഇടതുപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് പല കാലത്തും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഇടതു വലത് പക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കാലത്തും അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പല കാലഘട്ടത്തിൽ ഈ പക്ഷങ്ങൾ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പലരും അപ്പർ ഹാൻഡ് നേടുന്ന സാഹചര്യം നമ്മൾ ചരിത്രം പരിശോധിച്ച് മനസ്സിലാകും. ഒരു സിറ്റിങ്ങിന് 5-10 ലക്ഷം മേടിക്കുന്ന വക്കീലന്മാർ ചില കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുണ്ട്. നേതാക്കന്മാർ മീൻസ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിൽ. അന്നേരം കോൺഗ്രസിൻ്റെ സാധാരണ മനുഷ്യരുമായിട്ടുള്ള ആ പൊക്കിൽക്കുടി ബന്ധം അല്ലെങ്കിൽ അവരിലേക്കുള്ള ആ വേര് അറ്റുപോയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് സരിൻ്റെ പാർട്ടിയുടെ നേതാവ് ഉൾപ്പെടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ
നരേന്ദ്രമോദി ഈ ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ ശിരസ് കുനിക്കുന്നത് കണ്ട് പുളകം കൊണ്ടത് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം കൊണ്ടാണ്, പിണറായി വിജയൻ്റെ പോരാട്ടം കൊണ്ടല്ല. ആ പോരാട്ടം രാഹുൽ ഗാന്ധി തുടർന്ന് നടത്തുമ്പോൾ പിണറായി വിജയൻ വിദേശത്ത് കുടുംബത്തോടൊപ്പം വിനോദയാത്ര നടത്തുകയായിരുന്നു. പിന്നെ സരിൻ അത് പ്രത്യേകം പറയുമ്പോൾ സരിൻ്റെ അഭിപ്രായം സരിന് സ്ഥാനാർത്ഥിത്വം വേണമെന്നുള്ള അഭിപ്രായമാണ്. സരിൻ അല്ലാതെ ഈ പാർട്ടിയുടെ അകത്ത് ജനാധിപത്യപരമായിട്ട് പാർട്ടിയെ ഇടത് ചേരിയിൽ നിർത്തുന്നതിന് വേണ്ടി തിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടി ഒരിക്കലും ഇടപെട്ടതായിട്ട് വ്യക്തിപരമായിട്ട് അറിയില്ല. സരിൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. സരിൻ എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ടി വിട്ടത്? സരിൻ മറ്റൊരു ചെറുപ്പക്കാരന് സീറ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി വിടുന്നതാണെങ്കിൽ സരിൻ പറയുന്നതിന് 100% വാലിഡിറ്റി ഉണ്ട്. സരിനോട് ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ സരിൻ്റെ മറുപടി, എനിക്ക് സീറ്റ് വേണമെന്നല്ല ഞാൻ ഒരിക്കലും പാർട്ടിയോട് പറഞ്ഞിരുന്നത്, ചർച്ച ചെയ്യപ്പെടണം, അല്ലാതെ ഇതൊരു അനന്തരാവകാശം പോലെ മറ്റൊരാൾക്ക് വെച്ചു മാറാൻ പാടില്ല, ഇത് വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അത് പാർട്ടി അംഗീകരിച്ചില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞാൻ വാദിച്ചിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം പാർട്ടി അംഗീകരിച്ചില്ല, ഞാൻ പുറത്തുപോയി. അതാണ് സരിൻ. അല്ല, അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഹിത്, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പലർക്കും ആഗ്രഹങ്ങളുണ്ടാവും, ഉറപ്പായി എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളുള്ള ആളുകളൊക്കെ നേതൃത്വമായിട്ട് സംസാരിക്കും. ഈ ആഗ്രഹമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തിയിട്ടല്ല ചർച്ച നടത്തുന്നത്. ചർച്ച നടത്തുന്നതിന് അതിനൊരു പ്രത്യേക കമ്മിറ്റിയും ബോഡിയൊക്കെ ഉണ്ട്. അതിൽ ആഗ്രഹക്കാരെ മുഴുവൻ വിളിച്ചിരുത്തിയാൽ തീരുമാനമാകില്ലല്ലോ. ഇപ്പോൾ സരിൻ അതിനു മുമ്പത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിൻ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് ഒരുപാട് ആഗ്രഹമുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ടാണ്. അവിടെ സരിന് സീറ്റ് കിട്ടിയപ്പോൾ സരിന് ആഗ്രഹമുണ്ടായിരുന്ന എത്ര പേരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്? എത്ര പേരുടെ വഴിമുടക്കിയ സരിൻ വന്നെന്ന് ആലോചിച്ചിട്ടുണ്ട്? ഇല്ല. പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആ സമയത്തെ വിജയസാധ്യതയും കൂടി പരിഗണിച്ചിട്ടാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലത്തെ സമര പോരാട്ടങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ജയസാധ്യതയും കൂടി നോക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വരുമ്പോൾ പാലക്കാടിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി സരിൻ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമായിരുന്നില്ലേ? അത് ചിലപ്പോൾ സരിനായിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിക്കാമായിരിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർത്തുന്ന സ്ഥാനാർത്ഥി നമ്മളൊരു പരീക്ഷണത്തിന് നിർത്താൻ പറ്റില്ല. കാരണം ഒരു ബൈ ഇലക്ഷനാണ്. നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി കൃത്യമായിട്ട് ആ ബൈ ഇലക്ഷൻ രേഖപ്പെടുത്തപ്പെടണം. അപ്പോൾ നമുക്കൊരു ഒരു 50-50 ചാൻസ് എടുക്കാൻ പറ്റില്ല. ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുള്ള ഒരാളെ നിർത്തണം. മാത്രമല്ല, സരിന് 2 കൊല്ലത്തിന് മുമ്പ് ഒരു അവസരം കിട്ടിയതാണ്. രാഹുലിന് അവസരം കിട്ടാത്ത ആളാണ്. അപ്പോൾ അവസരം കിട്ടാത്ത രാഹുലിന് കൊടുത്തു എന്നുള്ളത് തന്നെയൊക്കെ അപ്പുറം സരിൻ അന്ന് പിണങ്ങിപ്പോടേണ്ട ഒരു സാഹചര്യവും എനിക്ക് മനസ്സിലാകുന്നില്ല. സരിൻ അന്നിട്ട് പിണങ്ങിപ്പോയിട്ട് അപ്പുറത്ത് എന്താ ചെയ്യുന്നത്? സരിൻ ഇടതുപക്ഷമാണെന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള മാന്യമായ അക്കോമഡേഷൻ ഇടതുപക്ഷം മുന്നണി കൊടുത്തിട്ടുണ്ട്. മാന്യമായ അക്കോമഡേഷൻ എന്ന് പറയുന്നത് സരിൻ പണ്ട് രാജിവെച്ച് വന്ന ജോലിയുടെ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും ഉണ്ടോ? സരിൻ അതിന്റെ കാരണവും പറയുന്നുണ്ട്. ഞാൻ ജോലി രാജിവെച്ചത് കോൺഗ്രസിലേക്ക് വന്നത് സംഘപരിവാർ ശക്തികൾക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് സരിൻ്റെ വാദം. സംഘപരിവാർ ശക്തികൾക്കെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ കേരളത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയത് സംഘപരിവാർ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ സങ്കടം കൊണ്ടാണ്. സംഘപരിവാർ ശക്തികൾക്കെതിരെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ BJP നേതാക്കന്മാരായിട്ട് ചർച്ച നടത്തേണ്ടതുണ്ടായില്ല. അദ്ദേഹം CPM-നോട് ചർച്ച നടത്തി മത്സരിക്കാൻ പാടില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പഴി എന്താ? RSS വൽക്കരണമാണ്. സരിൻ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ കീഴിൽ ഇരുന്നിട്ട് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് സംഘപരിവാർ വൽക്കരണത്തിനെതിരെ സംസാരിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് ADGP MR അജിത് കുമാർ 10 ദിവസത്തെ ഇടവേളകളിൽ RSSൻ്റെ മുന്തിയ നേതാക്കന്മാരെ കണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മളോട് പറയണ്ട, സരിൻ പേഴ്സണലായിട്ടെങ്കിലും ചോദിച്ചൊന്നറിയണ്ടേ? എന്തുകൊണ്ടാണ് RSSൻ്റെ സ്ലീപ്പർ സെൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നത്? സരിൻ അത് അറിയണ്ടേ? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസിന് കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ തോന്നുന്നു? സരിൻ അതൊന്ന് ചോദിക്കണ്ടേ? ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം UAPA കേസുകൾ എടുത്തിട്ടുള്ളത് കേരളത്തിലാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. അതിനെക്കുറിച്ചിട്ട് സരിൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, RSS വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നതെങ്കിൽ സരിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഒപ്പം പോയത്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും, ഇനി സരിൻ മത്സരിച്ച പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പോലും, ബൈ ഇലക്ഷനിൽ പോലും CPM എടുത്തിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്ത പരസ്യം പോലും എത്തരത്തിലുള്ള രാഷ്ട്രീയമായിരുന്നു? അത് തികഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയമായിരുന്നല്ലോ. സരിനൊരു അഭിപ്രായം പറഞ്ഞു. സരിൻ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? സംഘപരിവാർ രാഷ്ട്രീയമാണെങ്കിൽ വേടനെ വേട്ടയാടിയതിനെതിരെ സരിൻ പറയണ്ടേ? നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ
ആ പാവപ്പെട്ട സ്ത്രീ 23 മണിക്കൂറല്ലേ മരബെഞ്ചിലിരുന്നത്? അവരുടെ തൊലിയുടെ നിറം കറുത്തത് കൊണ്ടല്ലേ അവരെ കള്ളിയാക്കാൻ കേരളത്തിലെ പോലീസിന് പറ്റിയത്? സരീനൊരു അഭിപ്രായം പറഞ്ഞു. ഒരു യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ നിൽക്കുന്ന മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ ശേഷി കാണിക്കണം. ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ കോൺഗ്രസിനകത്തെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില അഭിപ്രായങ്ങൾ അത് പാർട്ടിക്കും മുന്നണിക്കും ചേരാത്തതാണ്. ഞങ്ങൾ തിരുത്താറുണ്ടല്ലോ. ഞങ്ങളാരും പുറത്താക്കിയിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാവരും അവർ വാത്സല്യത്തോടു കൂടി ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. പരസ്പരം തിരുത്തി മുന്നേറുന്ന ഒരു മുന്നണിയായിട്ട് നിന്നാലേ കാര്യമുള്ളൂ. കോൺഗ്രസ് ഒരിക്കലും അഭിപ്രായങ്ങൾക്ക് അവസരം കൊടുക്കാത്ത പാർട്ടിയല്ല. ഏറ്റവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അനന്ത സാധ്യത നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് വിട്ട് ഏകാഭിപ്രായം മാത്രമുള്ള ഏകശിലാരൂപമായിട്ടുള്ള പിണറായി വിജയൻ്റെ പാർട്ടിയിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. സരിന് അത് ഭാവിയിൽ മനസ്സിലായിക്കോളും. ഈ വേടൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ്, വേടൻ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് പലപ്പോഴും നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും വേടനെ ഇപ്പോൾ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണെന്ന് തോന്നലുണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വേടൻ്റെ വിഷയത്തിൽ വേടൻ്റെ രാഷ്ട്രീയത്തോട് കോൺഗ്രസിൻ്റെ മുഖം എങ്ങോട്ടാണ്? അല്ല, ഇടതുപക്ഷ പ്രൊഫൈൽ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പേഴ്സണലി. അദ്ദേഹത്തിന് സർക്കാരുകൾ തന്നെ വേദി ഒരുക്കുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം സർക്കാർ വേദി ഒരുക്കുന്നത് അദ്ദേഹം പാടുമ്പോൾ മുഹമ്മദ് റിയാസ് കൂടെ നിൽക്കുന്നു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അല്ല, അത് ഈ കാറ്റിനൊപ്പം പാറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് ഒരു ലെഫ്റ്റ് പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് ഒരു ലെഫ്റ്റ് പാർട്ടി ആയിരുന്നു, ആണ്, ഇപ്പോഴും ആണ്, എന്നും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എത്രത്തോളം ലെഫ്റ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. കപട ലെഫ്റ്റ് അല്ല, കോൺഗ്രസ് ഒരു യഥാർത്ഥ ലെഫ്റ്റാണ്. വേടനെ പിന്തുണച്ച ആളുകൾ വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ എത്ര ഇടതുപക്ഷ പ്രൊഫൈൽ, ഇടതുപക്ഷം എന്നുള്ള ഇൻവെർട്ടഡ് കോമ, ഇടതുപക്ഷം മീൻസ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ടവർ ആ ഒരു അർത്ഥത്തിലുള്ള പറയുന്നത്, എത്ര ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്? ഞാൻ പിന്തുണച്ചിട്ടുണ്ട്, VT ബൽറാം പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള ഒരു നിരോധിത ലഹരി മരുന്നുമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുക? അല്ല, അതിൽ ലഹരി മരുന്നുമായി പിടിച്ച ആ ലഹരി ഉപയോഗിച്ചതിനല്ല പിന്തുണച്ചത്. ആ ഉപയോഗിച്ചപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത രീതി, അതിനെ ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്ത് എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ. അതിലൊരു സംഘപരിവാർ രീതിയുണ്ട് ആ കൈകാര്യം ചെയ്ത രീതിയിൽ. അല്ലാതെ വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, അല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ അല്ല പിന്തുണയ്ക്കുന്നത്. വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ഞങ്ങളുടെയൊക്കെ പ്രൊഫൈൽ നിങ്ങൾക്ക് പരിശോധിച്ചറിയാം. ഞങ്ങൾ ഈ പ്രൊഫൈൽ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷേ വേടൻ്റെ കഴുത്തിലൊരു പുലിനകം കണ്ടപ്പോൾ, വേടൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവ് വളരെ കുറഞ്ഞതാണെന്ന് അറിഞ്ഞപ്പോൾ, ഒരു രീതിയിലും അകത്ത് വിടാൻ പറ്റാതെ വന്നപ്പോൾ, അപ്പോൾ കഴുത്തിൽ തൂങ്ങുന്ന പുലിനകം കണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആ പുലിനകം കണ്ടപ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് തോന്നിയിട്ടാണല്ലോ ഫോറസ്റ്റിനെ അറിയിക്കുന്നത്. ഫോറസ്റ്റ് പാഞ്ഞെത്തുന്നു. വേടൻ്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധം വരെ പരിശോധിക്കണമെന്ന് പറയുന്ന രീതിയിൽ കേരളത്തിലെ ഫോറസ്റ്റിന് തോന്നും. ആ തോന്നൽ ഒരു സംഘപരിവാർ ബോധമാണ്. അപ്പോഴൊന്നും ഒരു സോക്കോൾഡ് എന്ന് പറഞ്ഞാൽ CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രൊഫൈലുകാരും വേടന് വേണ്ടി സംസാരിച്ചില്ല. സുരേഷ് ഗോപിയുടെ കഴുത്തിലെ പുലിനകം കണ്ടപ്പോൾ, പുലിപ്പല്ല് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മറ്റു പല നടന്മാരുടെയും പുലിനകം പുലിപ്പല്ല് കണ്ടപ്പോൾ, ആനക്കൊമ്പിൻ്റെ കഥ വന്നപ്പോൾ വേടൻ ഒരു കവറേജ് കിട്ടുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? മുന്തിയവന്മാരുടെ അരമനകളിലേക്ക് പോലീസ് കയറേണ്ടി വന്നാൽ പലരുടെയും മുഖം മൂടി വലിച്ചു കീറപ്പെടും. അപ്പോൾ വേടന് പിന്തുണ വരുന്നു. ഇനി വേടൻ്റെ പരിപാടി സംസ്ഥാന സർക്കാർ റദ്ദാക്കിയല്ലോ. അതിനുശേഷമല്ലേ വീണ്ടും വിളിച്ചത്? എന്തിൻ്റെ പേരിലാണ് റദ്ദാക്കിയത്? കേരളത്തിൽ പല കലാകാരന്മാരും പല ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. അവരുടെ ഒന്നും പരിപാടി സർക്കാർ റദ്ദാക്കാറില്ലല്ലോ. കേസിൽപ്പെട്ട കലാകാരന്മാർ MLA ആയി തുടരുന്നുണ്ട്, മന്ത്രിയായും തുടരുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത അത്ര അശ്ലീലമായിട്ടുള്ള കേസിൽപ്പെട്ട ആളുകളെ വരെ ഇവർ ചുമക്കുന്നുണ്ട്, മന്ത്രിയായി തുടരുന്നു. വേടന്റെ കേസ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം സംസ്ഥാന സർക്കാർ ആ പരിപാടി റദ്ദാക്കിയത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ? ഇനി സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി തലേ ദിവസം പറഞ്ഞത് വേടനെ എതിരെ എടുത്തത് നടപടി ശരിയായിരുന്നു എന്നാണ്. പിറ്റേ ദിവസം നാട്ടിലെ ആളുകളുടെ പ്രതിഷേധം വന്നപ്പോൾ അത് തിരുത്തി. അപ്പോൾ ഈ പ്രതിഷേധം എവിടെ നിന്നാണ് വന്നത്? CPM ഹാൻഡിലുകളിൽ നിന്നല്ല വന്നത്. ആ പ്രതിഷേധം വന്നത് മുഴുവൻ വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ച കഞ്ചാവിന്റെ അളവിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്ത്, പകരം വേടനെതിരെ എടുത്ത ആ നിയമത്തിന്റെ കാർക്കശ്യം മറ്റു പലർക്കും എതിരെ എടുക്കുന്നില്ല. അവിടെയാണ് സംഘപരിവാർ രീതി കാണുന്നത്. അതിനെതിരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വേടനെ ഇവർ ചേർത്ത് പിടിച്ചു. ഞാൻ പറയുന്നത് CPM അങ്ങനെയൊക്കെ എല്ലാ കാലത്തും ചെയ്യും. ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ആംഗിളിലാണ്. അതായത് പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ, 9 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തുമ്പോൾ 10 വയസ്സുണ്ടായിരുന്ന കുട്ടികൾക്ക് ഇന്ന് വോട്ടവകാശമായിട്ടുണ്ടാവും.
ആ ഏജ് കാറ്റഗറിയാണ് വേടൻ്റെ ഏറ്റവും വലിയ ഫാൻസ്. വേടൻ ഒരു പ്രശ്നത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് കണ്ടാൽ ചെറുപ്പക്കാരുടെ വോട്ട് കൂടി അവർക്ക് ലഭിക്കും. രാഷ്ട്രീയത്തിൽ വലിയ വിശ്വാസമില്ലാത്ത, പ്രത്യേകിച്ച് രാഷ്ട്രീയ ബോധമില്ലാത്ത ചെറുപ്പക്കാരുടെ വോട്ട് കൂടി അവർക്ക് ലഭിക്കുമെന്നൊരു ബോധ്യം അവരുടെ PR ടീമിന് കൃത്യമായി ഉണ്ടായതുകൊണ്ടായിക്കൂടെ പിന്നീടുള്ള ചേർത്ത് പിടിക്കൽ. അല്ല, തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ MP ഗോവിന്ദനെ പോലുള്ള ആളുകൾ 2 ദിവസത്തിന് ശേഷം അഭിപ്രായം പറയുന്നതും CPM നിലപാട് തിരുത്തുന്നതും വനമന്ത്രിക്ക് മാറ്റി പറയേണ്ടി വരുന്നതും റദ്ദാക്കിയ പരിപാടി സംസ്ഥാന സർക്കാർ വീണ്ടും നൽകുന്നതും വേടനെ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങ് ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ വേടനെ പിന്തുണച്ച യഥാർത്ഥ ഇടതുപക്ഷത്തിനും കൃത്യമായിട്ട് അറിയാം പിണറായി വിജയന്റെ പോലീസിന്റെ വനവകുപ്പിന്റെ നിലപാട് എന്തായിരുന്നു. ആളുകളൊന്നും പെട്ടെന്ന് മറക്കുന്നല്ല. ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ തികച്ചും യോജിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് വേടനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേടൻ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ എനിക്കറിയാം ചേട്ടാ, കാര്യങ്ങൾ എന്താ നാട്ടിൽ നടക്കുന്നതെന്ന് എനിക്കറിയാം മാഷേ. ഞാനൊരിക്കലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, സഖാവ് വേടന് സ്വാഗതം. ഞാനൊരു സഖാവാണെന്നോ ഞാനൊരു ലെഫ്റ്റ് ചിന്താഗതിക്കാരനാണെന്നോ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് വേടൻ എന്നോടാണ് പറഞ്ഞത്.